ഇവിടെ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ അവർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാലുള്ള മറുപടി ആദിസ്ഥാനികമായി ഇത് സഹാബത്തിന്റെയും നബിയുടെയും എല്ലാം ആശയത്തിനനുസൃതമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇമാമുമാർ ഹാഫിദുൽ അസ്കലാനിയും ഹാഫിദുൽ സുയൂത്തി അടക്കമുള്ള വലിയ പണ്ഡിതന്മാർ പറയുകയാണ്. നിങ്ങളെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോക പ്രശസ്ത പണ്ഡിതനായ അല്ലാമ ഖഫ്താസാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശർഹുൽ മഖാസിദിൽ പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ച് കേൾപ്പിക്കാൻ. പക്ഷേ നിങ്ങളെ പറ്റിയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണെന്ന് അറിയോ? വമിനൽ ജഹല, വിവരമില്ലാത്ത വിഡ്ഢികളാകുന്നു. മയ്യജഅലു കുല്ല അംരിൻ ലം യകുൻ ഫീ സമനി സഹാബത്തി ബിദ്അതൻ മസ്മൂമാ, സഹാബത്തിന്റെ കാലത്ത് ഇല്ലാത്ത ഒരു രൂപം ആദിസ്ഥാനികമായി ശറഇൽ തെളിയിക്കപ്പെട്ടൊരു കാര്യം പിൽക്കാലത്ത് വന്നാൽ ഏതുപോലെ നമ്മൾ മദ്രസ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് അല്ലേ എന്നാ അവരുടെ ചോദ്യം. ബിൽഡിംഗ് അല്ല, രാവിലെ ഖുർആന്, അത് വൈകുന്നേരം കുട്ടി ഖുർആൻ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഉസ്താദ് ഒപ്പം വരണ്ടെന്ന് പറയും. രാവിലെ ഖുർആൻ, പിന്നെ അഖീദ, പിന്നെ താരീഖ്, ഇങ്ങനെ സമയം നിശ്ചയിച്ചുകൊണ്ട് പ്രത്യേക രീതിയിൽ പ്രത്യേക ഭാവത്തിലുള്ള, അത് പരലോകത്തിന്റെ പണി, അത് ഭൗതിക എന്ന് പറയാൻ പറ്റൂല. ഏറ്റവും വലിയ അഫ്ദലുൽ അഅ്മാൽ ഏതാ? തഅല്ലുമുൽ ഇൽമി വ തഅലീമുഹു, ഇൽമു പഠിക്കലും ഇൽമു പഠിപ്പിക്കലുമല്ലേ. ആ കാര്യത്തിൽ പോലും എന്താണ് ആദിസ്ഥാനികമായി തെളിയിക്കൊണ്ടുള്ള ബിദ്അത്തല്ല. അതുകൊണ്ട് നബിദിനാഘോഷം ബിദ്അത്തല്ല, ശിർക്കാണെന്നുള്ള നിങ്ങളുടെ വാദം പാച്ച തെറ്റാണ്, പൊള്ളവാദമാണ്. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നി വിഭാഗത്തിൻ്റെ വിഷയാവതരണം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ സഹോദരൻ ഫദലുൽ ഹഖ് ഉമരിയെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ما قام عبد في الصلاة وكبر صلى عليه الله في ملكوته. ما عاقب الليل النهار وأدبر صلى عليه الله في ملكوته. ما دارت الأفلاك أو نجم سرى وعليه من لدن الإله تحية. روح وريحان بطيب أثمر وختامها عاد الكلام بما بدا. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇന്ന് കേരളക്കരയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമികമാണ് എന്നും പുണ്യകർമ്മമാണ് എന്നും ആ നിലക്കുമെല്ലാം വലിയ പൂർഷയോടുകൂടി പ്രാധാന്യത്തോടുകൂടി ജനങ്ങളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയം, അതിന്റെ വസ്തുത എന്താണ് എന്ന് വിശദീകരിക്കുകയും അത് പ്രാമാണികമായി വിലയിരുത്തി ശരിയും തെറ്റും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക, സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കൂടിയതിന്റെ ഉദ്ദേശം. അല്ലാഹു തആല ഹഖ് സ്വീകരിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു വിഷയവും ആദ്യമായി സമർത്ഥിക്കുവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ചെയ്യാറുള്ളത് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തോതും അല്ലെങ്കിൽ ഒരു ഹദീസ് പറയും, എന്നിട്ട് പറയും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഈ വിഷയം അത് ഇസ്ലാമികമാണ് എന്ന് നമ്മൾ വിശദീകരിക്കുമ്പോൾ ഇവിടെ വന്ന സുഹൃത്ത് അദ്ദേഹം തുടങ്ങിയത് തന്നെ ഇമാം സുയൂത്തി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇമാം സുയൂത്തി പറഞ്ഞതിന്റെ പകുതി ഭാഗം മാറ്റിവെക്കുകയും എന്നൊരു പകുതി ഭാഗം കൊണ്ട് അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. ഇമാം സുയൂത്തി പറഞ്ഞു എന്ത്, അത് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം കിട്ടും, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ ആദ്യ ഭാഗം അദ്ദേഹം മറച്ചുവെച്ച് പിന്നീട് വേറെ ചില വിഷയങ്ങളിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. ഇമാം സുയൂത്തി പറഞ്ഞത് എന്താ, وقراءة ما تيسر من القرآن ورواية الأخبار الواردة في مبدأ أمر النبي صلى الله عليه وسلم وما وقع في مولده من الآيات ثم يمد لهم سمات يأكلونه وينصرفون من غير زيادة على ذلك.
എന്താ ഇമാം സുയൂത്തി പറയുന്നത്? ജനങ്ങൾ ഒരുമിച്ച് കൂടുക, എന്നിട്ട് അല്പം ഖുർആൻ പാരായണം ചെയ്യുക, പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അഖ്ബാറുകൾ വായിക്കുക, എന്നിട്ട് കുറച്ച് ഭക്ഷണം വിതരണം ചെയ്യുക. അത് കഴിഞ്ഞവർ പിരിഞ്ഞു പോകണം. അങ്ങനെ ചെയ്താൽ ഫഹുവ മിനൽ ബിദ്അൽ ഹസന, അത് ഹസനത്തായ ബിദ്അത്തിൽപ്പെട്ടതാകുന്നു എന്നാണ് ഇമാം സുയൂത്തി പറഞ്ഞത്. എന്നിട്ടോ യുസാബു അലൈഹാ സായിബുഹാ, അത് ചെയ്താൽ പ്രതിഫലം കിട്ടും. വഇല്ല ഫല, അതല്ലെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് മാത്രമല്ല, അതിനപ്പുറം നിങ്ങൾ നീങ്ങിപ്പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒട്ടനവധി ശിർക്കൻ ആചാരങ്ങൾ നിങ്ങളുടെ ഈ ബിദഅത്തുമായി ബന്ധപ്പെട്ട മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിർക്കിന്റെ ആചാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന നബിദിനാഘോഷം ശിർക്ക് തന്നെയാണ്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, സംശയമില്ല. ഇന്ന് നിങ്ങൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന രീതിയും ഇന്ന് നിങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും അത് ശിർക്ക് തന്നെയാണ്. കാരണം ശിർക്കുമായി ബന്ധപ്പെട്ട വിശ്വാസം നിങ്ങൾക്ക് അവിടെയുണ്ട്. അത് അദ്ദേഹം തന്നെ ഇവിടെ പറയണ്ടായി. അങ്ങനെ ഒരാളുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ അത് എങ്ങനെയാ ശിർക്കാവുക എന്ന് ചോദിക്കുകയുണ്ടായി ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. മറ്റൊന്നോ, നിങ്ങൾ ചൊല്ലുന്നതിൽ ഇവിടെ ശിർക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളും ശിർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിങ്ങളുടെ നബിദിനാഘോഷം അത് ശിർക്കുമായി ബന്ധമുള്ളത് തന്നെയാണ്, ശിർക്ക് ചേർന്നത് തന്നെയാണ്. ഇനി സഹോദരന്മാരെ, ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒരു വിഷയം പ്രാമാണികമാകണമെങ്കിൽ, ഇസ്ലാമിൽ ഒരു വിഷയം അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിന് സ്വഹീഹായ ഒരു ഹദീസ് വേണം. അദ്ദേഹം ഇവിടെ ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസ് ഉദ്ധരിച്ചപ്പോ മൂപ്പർക്ക് തന്നെ അറിയാം ഇത് പോക്കാണ് എന്ന്. ഇത് പോക്കാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമെന്നത് കൊണ്ട് പറഞ്ഞു. അതിവിടെ ബാത്തിലാണെന്നും പറയണ്ട, മുൻകറാണെന്നും പറയണ്ട. അത് ഞങ്ങൾ പറഞ്ഞതല്ല, ഇമാം നവവിയെ പോലുള്ള ആളുകൾ പറഞ്ഞതാ, ഇമാം ബൈഹഖിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞതാണ്. അത് ഹദീസും മുൻകറും ബാത്തും. ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് ആ വിഷയത്തിൽ സ്വഹീഹായ ഹദീസ് ഇല്ലെങ്കിൽ പണി നിർത്തി പോയി നോക്കുക എന്നല്ലാതെ ദഈഫായ ഹദീസ് കൊണ്ടുവന്നിട്ട് അത് തെറ്റാന്ന് പറഞ്ഞ അർത്ഥമല്ല എന്ന് പറഞ്ഞ അർത്ഥമല്ലല്ലോ. മാത്രവുമല്ല, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും തെളിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെളിവെടുത്ത ആളുകൾക്ക് ഇമാം സുർഖാന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആ കിതാബ് ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. ഇത് ചങ്ങരംകുളത്തെ പ്രസംഗമല്ല. അവിടെ വന്ന് മറുപടി പറയാൻ വിശദീകരിക്കാൻ ഒഴിവില്ലാണ്ട് പോയി ആ മുങ്ങുന്ന ഏർപ്പാട് അത് ഇവിടെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ദഈഫായ ഹദീസ് ദഈഫാന്ന് തന്നെ സമ്മതിക്കണം. അത് ഇവിടെ ദഈഫാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിൽ ഉസ്താദ് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിന്നെ ഒരു കാര്യമായിട്ട് പറഞ്ഞത് നോമ്പെടുക്കാൻ പറഞ്ഞു. എന്നാ മൗലവിമാരെങ്കിലും നോമ്പെടുക്കി. ആ ദിവസം പായസം തിന്ന് നാട്ടിലൂടെ നടക്കുക, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായിട്ട് നടന്ന് തിന്നു കുടിക്കുക. എന്നിട്ട് ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അന്ന് നോമ്പാണ്. ഇമാം ബുഖാരിന്റെ തെളിവെന്താ? അത് അന്ന് ബനൂ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി ഫിർഔനിൽ നിന്ന്, അവർക്കും നോമ്പാണ്. ഇവരെ തെളിവെന്താ? അത് ഫീഹി ഉലുത്തു, അന്ന് ഞാൻ ജനിച്ചു. അന്ന് നോമ്പെടുക്കാനല്ലേ പറഞ്ഞു, തിന്നാനല്ലല്ലോ. അന്ന് നോമ്പ് എന്ന് പറഞ്ഞ പൂത്തിനറക്കല, നോമ്പ് എന്ന് പറഞ്ഞ ബിരിയാണി വെച്ച് തിന്നാനാണോ? അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ഒരു സ്ത്രീ നമസ്കരിക്കാൻ വേണ്ടി പോയാൽ അത് ഹറാമ്. അന്ന് ഇറച്ചി വാങ്ങാൻ വേണ്ടി പെണ്ണുങ്ങൾ പോയി വരിവരിക്ക് പള്ളിന് മുമ്പിൽ പോയി ഹലാലും. ഇത് എവിടുത്തെ ദീന? നിങ്ങൾക്ക് എവിടെ ഗുണമുണ്ടോ, എവിടെ ഹൈറുണ്ടോ അവിടേക്ക് നിങ്ങൾക്ക് തെളിവുകളുണ്ട്, തെളിവുകളെ കോട്ടിമാട്ടലുകളുണ്ട്. ദുർബലമായ ഹദീസുകൾ തെളിവ് കൊണ്ടുവരിക, എന്നിട്ട് അത് ഒരു വലിയ ആചാരത്തിന് വേണ്ടി തെളിവായി ഉദ്ധരിക്കുകയും ചെയ്യുക. പിന്നെ പറയാം അക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ദഈഫാണ്. ആയിട്ടല്ലാത്തൊരു സ്വഹീഹായ ഹദീസ് നിങ്ങൾക്ക് തെളിവിനില്ലേ? അക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അഖീഖ അറുത്തു. പ്രവാചകനെ വീണ്ടും തന്റെ അബ്ദുൽ മുത്തലിബ് പണ്ട് അറുത്തതിനു ശേഷം അറുത്തൂന്ന ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ലോകത്ത് ആരാത് നബിദിനാഘോഷത്തിൽ തെളിവാന്ന് പറഞ്ഞത്? അത് ഒന്ന്. രണ്ടാമത്തേത് ഹദീസ് ആകട്ടെ ലഈഫുമാണ്, ദുർബലവുമാണ്. പിന്നെ ഊപ്പര് പറഞ്ഞത് മദ്ഹല്ലേന. നമ്മളാരും ഒരാളെ മധു കുറിച്ച് പറഞ്ഞതിനോട് ആരും എതിരല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും വളരെ മോശമായ കാര്യങ്ങളും അതിര് കവിഞ്ഞ സംസാരങ്ങള് പല മൗലിദിലൂടെയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മദ്ഹല്ല എന്നാ പറയുന്നത്. ചിലപ്പോൾ മദ്ഹ് ഉണ്ടായിരിക്കാം, പക്ഷെ ആ മദ്ഹിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മാതൃകയില്ലാത്ത പ്രവർത്തന രൂപത്തിലൂടെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അതൊരിക്കലും ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ചില മൗലികളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഷ്ടം ഒരാൾ വിഴുങ്ങിയപ്പോൾ അത് തേനിനേക്കാൾ മധുരമുള്ളതായിരുന്നു. അത് വിവരം റസൂൽ അറിഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ വയറ് വല്ലവന്റെയും വയറിനോട് കൂടിച്ചേർന്നാൽ, എന്റെ വയറ്റിലുള്ളത് മറ്റൊരുത്തന്റെ വയറിനോട് കൂടിച്ചേർന്നാൽ അവർ നരകം ഹറാമാക്കിയിരിക്കുന്നു. തെളിയിക്കാൻ സാധിക്കും നിങ്ങൾക്ക്? ഇത് മദ്ഹാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സംബന്ധിച്ച് മോശത്തരം പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മോശമായി സംസാരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കലുള്ള മണ്ണ് കാബയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മാല കിതാബില്. തെളിയിക്കാൻ സാധിക്കും? ഷിയാക്കളുടെ വിശ്വാസം അത്. നിങ്ങളുടെ ഏത് വിശ്വാസം പരിശോധിച്ചാലും ഒന്നുകിൽ ഷിയാക്കളുടേതാണ് അല്ലെങ്കിൽ ജൂതന്മാരുടെ പാരമ്പര്യമാ. ഖബർ കെട്ടിപ്പൊക്കുന്ന അടുത്തേക്ക് പോയ ജൂതന്മാര്
ഈ മൗലിദാഘോഷവും നഹ്സും മാലി മൗലൂദും പരിശോധിച്ചാൽ ഷിയാക്കള് എന്തിനേറെ അള്ളാഹു അല്ലാത്തവരോട് ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെ ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്നുള്ള വാദമുണ്ടല്ലോ. തനിച്ച ഖുമൈനിന്റെ വിശ്വാസമാണ് അത്. ഖുമൈനി കൊടുക്കുന്ന വിശദീകരണം ഉണ്ട്. എന്താണെന്നറിയോ? ഖുമൈനി പറയാണ്, ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെ, റാസിഖാണെന്ന വിശ്വാസമില്ലാതെ, റബ്ബന്റെ വിശ്വാസമില്ലാതെ ലോകത്ത് നമ്മൾ ഏതൊരാളോട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ആയത്ത് മുഹയ്യദ്ദീൻ ശൈഖ് എനിക്ക് ഹിദായത്ത് തരണേ എന്ന് മുഹയ്യദ്ദീൻ ശൈഖിനോട് ചോദിച്ചാൽ തെറ്റാകുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? മുഹയ്യദ്ദീൻ ശൈഖ് ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ കുഴപ്പമില്ല, റാസിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ കുഴപ്പമില്ല, റാസിഖും ഖാലിഖും എന്ന വിശ്വാസത്തോടു കൂടി അല്ലാഹുവിനെ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് മുഹയ്യദ്ദീൻ ശൈഖിനോടും ചോദിക്കാമെന്ന് പറഞ്ഞ ആളുകളാ. നിങ്ങൾക്ക് എന്ത് ശിർക്കാ? എന്നിട്ട് ഇവിടെ ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് ശിർക്ക്, നിങ്ങൾക്ക് എന്ത് ബിദ്അത്ത്? എല്ലാ ശിർക്കും ചെയ്യാം, എല്ലാ ബിദ്അത്തും ചെയ്യാം, എല്ലാ ശിർക്കിനും വളം വെക്കുക, എല്ലാ ബിദ്അത്തുകളെയും ന്യായീകരിക്കുക. അതുകൊണ്ടൊന്നും ഈ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ കാര്യമൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് വരും. സഹോദരന്മാരെ, ഇസ്ലാമിക ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. അത് ഇസ്ലാം പഠിപ്പിക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജനിച്ച ദിവസം ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ 40 മുതൽ 63 വയസ്സ് വരെ പ്രവാചകനായി ജീവിച്ചുവല്ലോ. ഒരു കാരക്കന്ന് പ്രത്യേകമായി ദാനം ചെയ്തോ, അന്നൊരു പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലിയോ, അന്ന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സ്വഹാബത്തോട് പഠിപ്പിച്ചോ? അതാ ഞങ്ങൾക്ക് കിട്ടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. പിന്നെയോ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ തലമുറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുള്ള സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈകളും ഉൾക്കൊള്ളുന്ന ആ തലമുറയിൽ ഇത്തരമൊരു ഏർപ്പാടുണ്ടായിരുന്നില്ല. അവരെ കുറിച്ച് അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസ്വാറുകളും അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യം ഇടക്കിടക്ക് ചോദിക്കുമ്പോ അത് മുസ്ലിംമാർക്ക് വലിയ തലവേദനയാ. അപ്പൊ തിരിച്ചിങ്ങോട്ട് ചോദിക്കും, സ്വഹാബി ചെയ്തിട്ടുണ്ടോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉത്തമ തലമുറകൾ ആളുകൾ ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യത്തിനൊന്നും അർത്ഥമല്ല. പിന്നെ എന്തിനാ അർത്ഥമുള്ളത്? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണേനോ? നിങ്ങൾ ചെയ്ത് ആർക്ക് വേണം? നിങ്ങൾ ചെയ്ത് ആർക്ക് വേണം? ഈ അടുത്ത കൊല്ലം, കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലം എന്തൊക്കെ വാണ്ടാത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പരപ്പനങ്ങാടി ഞങ്ങളുടെ ഭാഗത്തൊക്കെ സർക്കസാണ്, വടിമക്കേറി സർക്കസ്, തല കുത്തിയമറിയ സർക്കസ്. അബൂബക്കറൊക്കെ അങ്ങനെ സർക്കസ് നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ അതിന്റെ മുകളിൽ കയറുമായിരുന്നു. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും കാര്യം അബൂബക്കർ ചെയ്തോ എന്ന് ചോദിക്കുമ്പോ, ഉമർ ചെയ്തോ എന്ന് ചോദിക്കുമ്പോ തെളിവില്ലാതെ കാണുമ്പോ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിന് എന്താ പ്രസക്തമുള്ളത്? പ്രസക്തിയുണ്ട്. അതിനെ പ്രസക്തി ഉള്ളു മുസ്ലിയാരെ, ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇമാം ഔസാഇ പറയാണ്, ഇസ്ബിർ നഫ്സക അല സുന്ന വഖിഫ് ഹൈതു വഖഫൽ ഖൗം വൽഖുൽ ബിമാ ഖാലു വകുഫ് അമ്മാ കഫൗ വസ്ലുക് സബീല സലഫിക സാലിഹ ഫഇന്നഹു യസഉക മാ വസിഅഹും. നീ ഖുർആനും സുന്നത്തും പിന്നെ പിടിച്ചു അവിടെ ഉറച്ചു നിൽക്കണം. ഖൗമ് നിന്നടത്ത് നിൽക്കണം. ഏതാ ഖൗമ്? സ്വഹാബികൾ നിന്നടത്ത് നിൽക്കണം. അവർ മതിയാക്കിയടത്ത് നീ മതിയാക്കണം. അവരുടെ മാർഗത്തിലേക്ക് നീ പ്രവേശിക്കണം. ഇമാം ഔസാഇ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് പറയുകയാണ്, മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത, മരിച്ചുപോയവരുടെ ചര്യകൾ നിങ്ങൾ പിൻപറ്റണം. അന്നത്തെ കാലഘട്ടത്തിൽ ഇബ്നു മസ്ഊദ് പറയാൻ കാരണം എന്താ? ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫൽ ഹയ്യു ലാ തുഅമനു അലൈഹിൽ ഫിത്ന, അവനിലെ ഫിത്നക്ക് സാധ്യതയുണ്ട്. മരിച്ചുപോയ സ്വഹാബികൾ അവരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കണം. ഉലൈക സ്വഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ പ്രവാചകന്റെ സ്വഹാബികളാ. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, അവർ ഈ ഉമ്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിരുന്നു. ഏറ്റവും നല്ല ഖൽബിന്റെ ഉടമകളായിരുന്നു. ആഴമുള്ള ഇൽമുള്ളവരായിരുന്നു. ജാടകളും നാട്യങ്ങളും ഇല്ലാത്തവരായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹവർത്തിത്വത്തിന് വേണ്ടി അല്ലാഹ് തിരഞ്ഞെടുത്ത ആളുകളാകുന്നു ഇവർ. അതുകൊണ്ട് അവർ ചെയ്തോ മതത്തിൽ നമുക്കത് അംഗീകരിക്കാം, അത് മാതൃകയാക്കാൻ തർക്കമില്ല. അവർ ചെയ്യാത്ത ഒരു കാര്യം ഈ വർഷവും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും നിങ്ങൾ പുതിയതായി ഓരോന്ന് കൊണ്ടുവന്ന് അതിനെല്ലാം മതത്തിന് ലേബലൊട്ടിച്ചാൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ഈ ബിദ്അത്തും ശിർക്കും ചെയ്യിപ്പിച്ചുകൊണ്ട് നരകത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. ഇമാം അബ്ദുൽ ഹമീദ് പറയാ, അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹുവ ഫീ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി വമാ കാന അലൈഹി സലഫുഹാ മിൻ അഹ്ലി ഖുറൂനി സലാസത്തിൽ മശ്ഹൂദി ലഹും
ബിൽ ഖൈരിയത്തി അലാ ലിസാനി സ്വാദിഖിൽ മസ്ദൂഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ഉത്തമ തലമുറ എന്ന് ലോകത്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആ ആളുകൾ ചെയ്തെന്നോ അതാണ് ദീന്, അതാണ് വിശ്വാസം. മാത്രമല്ല മുസ്ലിയാക്കന്മാരെ സ്റ്റേജിൽ കയറുമ്പോ നിങ്ങളൊക്കെ പറയാറില്ലേ, ഇതാ പ്രവാചകന്റെ മുമ്പ് 71 വിഭാഗമായി പിരിഞ്ഞും 72 വിഭാഗമായി പിരിഞ്ഞും എന്റെ ഉമ്മത്തി 73 വിഭാഗമായി പിരിയും, എല്ലാവരും നരകത്തിലേക്കാം, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്. അവരാരാ മുസ്ലിയാക്കന്മാരെന്നാ പറഞ്ഞത്? അവരുണ്ടാക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്ന ആളുകൾ എന്നാണോ പറഞ്ഞത്? അല്ല. ഇന്ന് ഞാനും എന്റെ സുഹാബത്തും നിലക്കൊണ്ട പാത. അങ്ങനെ തെളിവ് കൊണ്ടുപോവാ. ഇന്നത് അബൂബക്കർ ചെയ്തു, ഇന്നത് ഉസ്മാൻ ചെയ്തു, ഇന്നത് അലി ചെയ്തു, ഇന്നത് സ്വഹാബികൾ ചെയ്തു റളിയല്ലാഹു അൻഹും. അങ്ങനെ തെളിവ് കൊണ്ടുവന്നാൽ നമുക്കത് മാതൃകയാക്കാവുന്നതാണ്. മാത്രവുമല്ല, നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇതാ നിങ്ങൾ എനിക്ക് ശേഷം ജീവിച്ചിരുന്നാൽ ഒരുപാട് ഭിന്നതകൾ കാണാം, എന്ത് വേണം നിങ്ങൾ? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഖുലഫാഉർ റാഷിദുകളുടെ, അതായത് സ്വഹാബികളുടെ ശേഷമുള്ള പ്രവാചകന്റെ ഭാര്യമാരൊക്കെ ജീവിച്ച തലമുറ, അവരിൽ ആരുമില്ലാത്ത ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ദീനിന്റെ ഭാഗമായി മാറുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്നും ചോദിക്കും, തലവേദനയായി നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും, സ്വഹാബത്ത് ചെയ്തോ എന്ന്, താബികൾ കണ്ടോ എന്ന്, അവർ പ്രവാചകനിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന്. ഇവരാർക്കും സ്നേഹം ഉണ്ടായിരുന്നില്ലേ എങ്കിൽ അത് പറയും. അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ ജാതി നടത്താഞ്ഞത്, അതുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യാഞ്ഞത്. പ്രവാചകന്റെ ഭാര്യമാര് പ്രവാചകൻ മരിച്ചിട്ട് എത്ര കൊല്ലം ജീവിച്ചിരുന്നു? വേണ്ട. അതിനുശേഷം 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില്, 2-ാം നൂറ്റാണ്ടില്, 1-ാം നൂറ്റാണ്ടില് ഇവിടെ കഴിഞ്ഞുപോയ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, ഇമാം ദാറുൽ ഹിജ്റ, ഇമാം മാലിക് ബിൻ അനസ്, അതേപോലെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി, തെളിയിക്കാൻ പറ്റിയ ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമുമാർ നബിദിനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരക്ഷരം പറഞ്ഞു എന്ന് ഈ ഉസ്താദുമാർക്ക് ഇവിടെ തെളിയിക്കാൻ സാധിക്കോ? ഇല്ല. അതിനെ പോർഷ പറയുന്ന എന്തെങ്കിലും ഒരു വാക്ക് മദ്ഹബിന്റെ ഇമാമുമാർ പറഞ്ഞോ? ഇല്ല. അതിനുശേഷം വന്ന ആ ഇമാമുമാരുടെ മൻഹജിനെ ഫിഖഹിന്റെ വിഷയത്തിൽ പിൻപറ്റിയിട്ടുള്ള മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ, അവരാരും പറഞ്ഞിട്ടില്ല എന്ത് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ട്, ഇങ്ങനെ ഒരു കാര്യം സുന്നത്തുണ്ട് എന്ന്. നേരെ മറിച്ച് അവരൊക്കെ പറഞ്ഞത് എന്താ? ഇത് ബിദ്അത്താണ്, ഇത് ബിദ്അത്താണെന്ന് ആരൊക്കെ പറഞ്ഞു? ഒന്ന് അൽ ഹാഫിൽ അബുൽ ഖൈർ സഖാവി, അല്ലാമത്തു സാലിഹി, അൽ ഹാഫിൽ ഇമാദുദ്ദീൻ ഇബ്നു കസീർ, താജുദ്ദീൻ അൽ ഫാഖിഹാനി, ഇബ്നുൽ ഹാജിൽ മാലിക്കി, അൽ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി, മൗഹൂബ് ബിൻ ഉമർ അൽ ജസ്രി അശ്ശാഫിഈ, സയ്യിദ് ബക്കരി അസ്സുർഖാനി, ഇമാം അൽ അല്ലാമ ലഹീറുദ്ദീൻ ജാഫർ തസ്മന്ദി, അൽ അല്ലാമ ശൈഖ് നസീറുദ്ദീൻ, ഇമാം ഷാത്തിബി, ഇമാം അബൂ ഷാമ, അബൂ അബ്ദുല്ലാഹി അൽ മാലിക്കി, അബ്ദുസ്സലാം ഖിദറുസ് ശുഖൈരി. ഇവരൊക്കെ പറഞ്ഞതെന്നറിയോ? ഇതൊക്കെ ബിദ്അത്താണ്. ഇവരൊക്കെ പറഞ്ഞ ബിദ്അത്താണ് എന്ന്. ഹസന തീട്ടം എന്ന് പറഞ്ഞൊക്കെ തിരിച്ചിട്ട് അപ്പൊ നല്ല തീട്ടം ചീത്ത തീട്ടം എന്ന് പറഞ്ഞില്ല. അത് മോശമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. കുല്ലു ബിദ്അത്തും അമേദ്യം മോശമാണ്. പിന്നെ നല്ലതും ചീത്തവും വേറെ വേറെ തെരഞ്ഞെടുക്കാനില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പുതിയതായ മതത്തിൽ കടന്നു വരുന്ന എല്ലാം ചീത്ത ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വക ഒരു നല്ലതും ചീത്തവും വേർതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഷാപരമായ വേർതിരിക്കൽ മാത്രം. അതുകൂടി കേട്ടോ, അതല്ല നിങ്ങളുടെ വലിയ ബേജാറ്. ഇവര് ഹസനത്ത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ പറയുന്നു. ഒന്ന് ഇമാം ഇബ്നു ഹജർ അസ്കലാനി, അദ്ദേഹം പറയാണ് വശറുൽ ഉമൂരി മുഹദസാതുഹാ. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ഹജർ പറയുന്നു അൽ മുഹദസാതു അൽ മുറാദു ബിഹാ മാ ഉഹദിസ വലൈസ ലഹു അസ്ലുൻ ഫി ശർഇ ويسمى في عرف الشرع بدعة وما كان له أصل يدل عليه الشرع فليس ببدعة. മതത്തിന് വല്ല പ്രാമാണികമായ തെളിവും ഉണ്ടെങ്കിൽ, ഇസ്ലാമിന് വല്ല അടിസ്ഥാനവും ഉണ്ടെങ്കിൽ അത് ബിദ്അത്തല്ല. ഫൽ ബിദ്അത്തു ഫീ ഉർഫി ശർഇ മദ്മൂമത്തുൻ ബിഖിലാഫി ലുഗതി ഫഇന്ന കുല്ല ശൈഇൻ ഉഹദിസ അലാ ഗൈരി മിസാലിൻ യുസമ്മാ ബിദ്അത്തൻ സവാഅൻ കാന മഹ്മൂദ ഔ മദ്മൂമ. നല്ലതാകട്ടെ ചീത്തതാകട്ടെ, നല്ലതാകട്ടെ ചീത്തതാകട്ടെ, തപ്പിക്കോളി. സവാഅൻ കാന മഹ്മൂദ ഔ മദ്മൂമ. മഹ്മൂദാണെങ്കിലും ശരി, മദ്മൂമാണെങ്കിലും ശരി, മതത്തിന് എതിരായ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വല്ലവനും കൊണ്ടുവന്നാൽ മതത്തിന്റെ ഭാഷയിൽ അത് ബിദ്അത്താണ്. അത് എല്ലാം അതിൽ പെടും. ഭാഷാപരമായി വേണമെങ്കിൽ അതിനെ ബിദ്അത്തുൻ ഹസനാം എന്ന് വേണമെങ്കിൽ വേർതിരിക്കാം ഭാഷാപരമായി. ഏതുപോലെ ഇമാം ഷാത്തിബി പറയാ ഇന്നമാ സമ്മാഹ ബിദ്അത്തൻ
باعتبار ظاهر الحال من حيث تركها رسول الله صلى الله عليه وسلم واتفق أن لم تقع في زمان أبي بكر لأن هذا بدعة من حيث المعنى. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹിനെ കുറിച്ച് ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഷാപരമായ സാന്ദർഭികമായ പ്രയോഗം മാത്രമാണ്. ഉമറിന്റെ അബൂബക്കറിന്റെ കാലത്ത് ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം. നേരെ മറിച്ച് ബിദ്അത്തല്ല. റസൂലിന്റെ കാലത്ത് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, അത് ജമാഅത്തായിട്ടും ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അത് 11 റക്അത്തായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തിനാ ബിദ്അത്ത് എന്ന് പറഞ്ഞത്? അബൂബക്കറിന്റെ കാലത്ത് അടക്കി വെച്ച് നിന്നുപോയി, പിന്നെയും അത് തുടങ്ങിയപ്പോ ഭാഷാപരമായിട്ട് അതിന് ബിദ്അത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇമാം ഷാഫി പറയാണ് വഇൻദ ദാലിക ഫലാ യജൂസു അൻ യസ്തദില്ല ബിഹാ അലാ ജവാസിൽ ഇബ്തിദാഇ ബിൽ മഅനൽ മുതകല്ലിമി ഫീഹി ലിഅന്നഹു നൗഉൻ മിൻ തഹരീഫിൽ കലിമി അൻ മവാദിഇഹി. ഉമറിന്റെ വാക്ക് വെച്ചുകൊണ്ട് വല്ലവനും നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ബിദ്അത്തുൻ ഹസന എന്ന് ന്യായീകരിച്ചാൽ അത് പണ്ട് ജൂതന്മാർ ചെയ്ത പണിയാണ്. തഹരീഫുൽ കലിമി അൻ മവാദിഇഹി. അതിന്റെ അർത്ഥം ഞാൻ പറയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നാട്ടുകാർ കേട്ടിട്ട് നിങ്ങളെ പറ്റി മോശമായ ധാരണ വരണ്ട. തഹരീഫുൽ കലിമി അൻ മവാദിഇഹി ജൂതന്മാരുടെ സ്വഭാവമാണ് ഈ ചെയ്യുന്നത്. ഏത്? ഉമറിന്റെ വാക്ക് വെച്ചുകൊണ്ട് ബിദ്അത്തിനെ ന്യായീകരിക്കുക എന്നുള്ളത്. അപ്പൊ സഹോദരന്മാര്, ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ബിദ്അത്ത, ചിലര് പറഞ്ഞ ബിദ്അത്തുൻ ഹസന. അത് ഈ നിലക്ക് ഭാഷാപരമായിട്ടുള്ളതല്ലാണ്ട് ഇനി ഒരാളെ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ നമുക്ക് ദീൻ തെളിവാവോ? അതെങ്ങനെ ദീൻ തെളിവാവും? ശരി, ഇനി ഇത് ആഘോഷിക്കുന്ന ഈ ആളുകളുടെ അവസ്ഥ എന്താ? ഇവർക്കത് പറയാൻ കഴിഞ്ഞ സുന്നത്താണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ സുന്നത്താണ്, അത് സമർത്ഥിക്കേണ്ടതുമുണ്ട്, തെളിവ് കൊണ്ടുവരേണ്ടതുമുണ്ട്. ഒരു കാര്യം സുന്നത്തമാകണമെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, പറഞ്ഞു, സ്വഹാബികൾ ചെയ്തു. എന്നാൽ അവരാരും ചെയ്തിട്ടില്ല എന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. 1-2 മാത്രം ഇവിടെ സാമ്പിളിന് വേണ്ടി വായിക്കുന്നു. ഇവർ എഴുതി വെച്ചു. ഒന്നെന്താണെന്നറിയോ? അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ലാതെ പിന്നെ എങ്ങനെ മുസ്ലിംമാരത് ദീനാകുക? നിങ്ങൾക്ക് എന്ത് മനസ്സ് തോന്നുക? അതൊക്കെ എങ്ങനെ ദീനായി മാറുമോ? ഓരോ കാലത്ത് നിങ്ങൾക്ക് പലതും തോന്നുക. കൊല്ലം ഒരു ദീൻ, അടുത്തൊല്ല പുതിയ ദീൻ, അടുത്തൊല്ല പിന്നെ വേറെ ദീൻ, അങ്ങനെ ഓരോ കൊല്ലവും ദീനുണ്ടാക്കിയ ലോകം ഖിയാമത്ത് നാളാവുമ്പോൾ എന്താവും ഈ ദീനിന്റെ അവസ്ഥ? അവസാനിച്ചില്ല. റബീഉൽ അവ്വലിൽ നബിയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന രീതിയും സ്വഹാബികളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടുകളിലോ ഉണ്ടായിരുന്നില്ലെന്ന് ശരിയാണ്. അത് ശരിയാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത് ശരിയാ ഈ ബിദ്അത്ത് കൊണ്ടാടുമ്പോൾ തെറ്റാണ് ഞങ്ങൾ പറയണത്. ഈ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നില്ല, അവസാനിച്ചില്ല. ഒട്ടനവധി സ്ഥലത്ത് നിങ്ങൾ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. ഒന്നും നിർദ്ദേശിക്കാത്ത ഒരു കാര്യം ഇതൊക്കെ നിങ്ങൾ പുസ്തകങ്ങളിൽ എഴുതി വെക്കുക. എന്നിട്ട് പാവങ്ങളായ ആളുകളെ കൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോ അവരെ കൊണ്ട് ഈ ബിദ്അത്ത് ചെയ്യിപ്പിച്ചിട്ട് നരകത്തിന് വഴിയിലേക്ക് കൊണ്ടുപോവുക. ഇത് കണ്ടോ? റമദാൻ പിന്നെ റബീഉൽ അവ്വൽ വരുമ്പോ നിങ്ങൾ നടത്തുന്ന നബാത്തി ഖുതുബേത്, ഇതിൽ ഒരു ഖുതുബ മുസ്ലിയാരെങ്കിലും കാണിച്ചു തരാൻ പറ്റും? എല്ലാ റബീഉൽ അവ്വൽ വരുമ്പോഴും ആ റബീഉൽ അവ്വലിന് നിങ്ങൾ ഇത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിരിയോല അല്ലാഹു ആലം, ഖൗമിന് ഏതായാലും തിരിയണില്ല. 5 ഖുതുബകളുണ്ട്. ഈ 5 ഖുതുബകളിലും വഫാത്തുൻ നബി എന്നല്ലാണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരാമർശത്തിലുണ്ടോ? എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ മിമ്പർമൻ താഴെ ഇറങ്ങിയിട്ട് അപ്പൊ കൊല്ലം നമ്മൾ എത്ര പോത്തിനിറക്കണോ? ഖൗമിനെ പറ്റിക്കുക. ഈ ഏർപ്പാട് എവിടുത്തെയാ? അവിടെ കൂടിയിട്ടാണല്ലോ തീരുമാനം വരല്. മിമ്പർമൻ ഇറങ്ങിയിട്ട് എന്നിട്ട് പറയാം ഞങ്ങൾ അങ്ങനെ വിശദീകരിച്ചു. നിങ്ങൾ എവിടെ വിശദീകരിച്ചു? മിമ്പർമൻ എന്നിട്ട് റസൂലിന്റെ വഫാത്ത് പറയാ, മിമ്പർമൻ താഴെറങ്ങിയിട്ട് അന്നത്തെ പോത്തിന്റെ ചോറിന് കണക്ക് പറയാ, ഖൗമിനെ പറ്റിക്കുന്ന ഏർപ്പാട്. ഇതിനാ പൗരോഹിത്യം എന്ന് പറയാ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് എടുക്കുക, സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി 1/2 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ ഈ ജാതി തട്ടിപ്പും പറ്റിക്കലൊക്കെ നിർത്തിയിട്ട് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റും എന്നൊക്കെ ഓതുമ്പോ ശ്രദ്ധിക്കണ്ടേ? ആ റഹ്മത്തിക്ക് ആരാണ് ജന്മദിനം എന്ന് ലോകത്ത് അർത്ഥം പറഞ്ഞ ജന്മദിനാഘോഷം? അത് ഇവിടുന്ന് പറഞ്ഞിട്ടേ പോകാവുകൾ. ലോകത്ത് മൂക്ക് കീപ്പോട്ടുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേര് പറയാൻ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജന്മദിനാഘോഷത്തിന് തെളിവാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ കൊണ്ടുവരാൻ ഈ എംടിക്ക് സാധിക്കോ? അങ്ങനെ കുളത്തുനിന്ന് പോയി, കുന്നും പുറത്തുനിന്ന് മുങ്ങി, മാട്ടൂരിൽ പലയിടത്തും പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറ്റൂല്ലോ. ഇവിടെ നിങ്ങളത് വിശദീകരിക്കണം. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഏത് മുഫസ്സിറാണ് ആഘോഷം? അത് റസൂലാന്ന് ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്. അത് റസൂലാന്ന് ഇമാം സുയൂത്തി പറഞ്ഞില്ലെങ്കിലും റഹ്മത്ത് റസൂൽ തന്നെയാണ്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഞങ്ങളുടെ ആവശ്യം എന്താണ്? അത് ജന്മദിനാഘോഷമാണ്.
അത് ജന്മദിനാഘോഷമാണ്. അന്ന് തറഫുല്ലാനാം പാടണം, അന്ന് ഷറഫുല്ലാനാം ചൊല്ലണം, അന്ന് മർസഞ്ചി മൗലിദ് പാരായണം ചെയ്യണം, അന്ന് പോത്തിനറുക്കണം, അന്ന് അത്തരം കർമ്മങ്ങൾ ചെയ്യണം. ഇബാദത്തിന്റെ ഭാഗമായി ചെയ്യാൻ എന്തുണ്ട് തെളിവ്? അത് കൊണ്ടുവരണം നിങ്ങൾ. ഇനി ഞങ്ങൾക്കിപ്പോ ഇവരിങ്ങനൊക്കെ പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് അവനവന്റെ സമസ്ത മതം എന്ന പേരിൽ കൊണ്ടുനടത്താണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് നിങ്ങൾ വേറെ കൊണ്ടുനടന്നോളി. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് കേട്ടോ, മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ അദ്ഹ, 2 ഈദുൽ ഫിത്ർ, മൂന്നാമത്തത് ഈദ് മീലാദ് റസൂലില്ല. കൊണ്ടുവരണ മുസ്ലിയാക്കന്മാരെ തെളിവ്. മൂന്നാമത്തേത് ഈദ് മീലാദ് റസൂലില്ല. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി, ദാരിമി, അങ്ങനെ ശേഷമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ നിരത്തി വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബ് എടുത്തിട്ട് നബിദിനാഘോഷം, പിന്നെ ഏതൊക്കെയാണ്? ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള്, പിന്നെ നബിദിനാഘോഷം, 3 ഈദുകളുണ്ട്. കൊണ്ടുവരണം തെളിവ്. അവസാനിച്ചില്ല, അവിടുന്ന് വിട്ടു. അതെന്താണെന്നറിയോ? നബിദിനാഘോഷം നമുക്ക് പ്രവാചകന്റെ ജന്മദിനാഘോഷം നമുക്ക് ഈദുൽ ഫിത്റിനേക്കാൾ വലിയ ആഘോഷമാണ്. കേട്ടോ, നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. സർവ്വലോകത്തിന്റെ വിമോചകനായ നബി പിറന്ന നാളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റേത് ആഘോഷമാണുള്ളത്? പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമായി. അവസാനിച്ചില്ല, ഈ നബിദിനം എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ ആഘോഷമായി. തെളിവ് കൊണ്ടുവരണം. ഇതാര് പറഞ്ഞു? സ്വഹാബത്തിന് തോന്നിയില്ലേ? ആത്മാർത്ഥമായി പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബിമാര്, ആത്മാർത്ഥമായി പ്രവാചകനെ സ്നേഹിച്ച പ്രവാചകന്റെ ഭാര്യമാര്, അവർക്കാർക്കും തോന്നാത്ത പ്രത്യേകമായ സ്നേഹം. ഇതൊക്കെ എന്തിന്റെ പേരിലാണ് അറിയോ? അതാണ് ഇമാം താജുദ്ദീൻ ഫാക്കിയാനിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ബാത്തിലിന്റെ ആളുകളായ ഷിയാക്കൾ ഉണ്ടാക്കിയതും ശാപ്പാട്ടി രാമന്മാർ കൊണ്ടു നടക്കുന്നതുമായ ആചാരമാകുന്നു ഇത്. ശാപ്പാട്ടി രാമന്മാർ. കാരണം ഇതില്ലാത്ത മൗലൂദില്ലല്ലോ, ഇതില്ലാത്ത പിന്നെ അതായത് ഭക്ഷണമില്ലാത്ത മൗലൂദ് ഉണ്ടാകില്ല, ഭക്ഷണമില്ലാത്ത ഏർപ്പാട് ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ആണെങ്കിൽ മൂപ്പര് വട്ടം അബ്ദുൽ ഹാജി പൂളക്കേങ്ങ കഴിച്ച കഥ പറയും, അത് ആർക്കും ഭക്ഷണം വേണ്ടി വരും. പക്ഷേ ഇസ്ലാം ദീനിന്റെ ആഘോഷത്തിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാകുമ്പോ അതിനൊരു അടിസ്ഥാനം വേണം. എപ്പോഴും പറഞ്ഞ ഒരു കഥ പറയണ്ട, വട്ടം അബ്ദുൽ ഹാജി പൂളക്കേങ്ങിന്റെ കഥ. നിങ്ങൾക്കും ആരെങ്കിലും പൂളക്കേങ്ങ് വാങ്ങിത്തരാം. പാലക്കാട് ജില്ലയിൽ പൂളക്കേങ്ങിന് വില കുറവാണ്, പനങ്ങാങ്ങര ഭാഗത്ത് കുറവ് കിട്ടും. അപ്പോ നമ്മൾ തെളിയിക്കേണ്ടത് എന്താ? ദീനുമായി ബന്ധപ്പെട്ട ആചാരം ഉണ്ടാക്കിയിട്ട് അതിന് നിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിനാ തെളിവ് വേണ്ടത്. കണ്ടോ, ഇത് പിന്നെ ഘോഷയാത്രകൾ ആവശ്യമില്ല എന്ന ഒരു ലേഖനം കോടമ്പുഴ ബാവമൂലി എഴുതിയതാ. അദ്ദേഹം ചില കാര്യങ്ങൾ പറയാണ്. നബിദിനം ഒന്ന് ഏകോപിപ്പിക്കണം. നമ്മൾ പല മഹലിൽ ഇപ്പൊ 100 മഹലിൽ SPS വേറെ, കുട്ടികൾ വേറെ, തമ്താര് വേറെ, ഇങ്ങനെ ഒന്നിച്ചാക്കേണ്ട ആവശ്യമില്ല, വേറെ വേറെ ആക്കേണ്ട ആവശ്യമില്ല, ഒന്നിപ്പിച്ചാൽ മതി. കാരണം എന്താ? ഒന്നിപ്പിച്ചാൽ ഒരു ഐക്യമുണ്ട് നമുക്ക്. മാത്രമല്ല മഹലിലെ ഓരോ മദ്രസക്കും ഓരോ നബിദിനവും ആകെക്കൂടി ആഘോഷവും വിരസവും കേവലം ഒരു പ്രഹസനവുമായി മാറുന്നു. പല ഒരു മധുരപാനീയം കഴിക്കാം എന്നതൊഴിച്ചാൽ ഈ വൈവിധ്യത്തിൽ പറയത്തക്ക മറ്റൊരു ഗുണവുമില്ല. അതുകൊണ്ട് മൂല്യമാർ ഒന്നിപ്പിക്കാൻ സമ്മതിക്കൂല. ആ മഹലിൽ വേറെ, ആ മൂലക്ക വേറെ, SYSന്റെ വേറെ, SPS-ന്റെ വേറെ, തമ്താര വേറെ, കുട്ടികളെ വേറെ നടക്കട്ടെ. അപ്പോഴല്ലേ പല ഒരു മധുര പരിഹാരം വരൂ. അതാ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ചെയ്യുന്ന നബിദിനത്തെ കുറിച്ച് നിങ്ങളുടെ ഉസ്താദുമാർ എഴുതി വെച്ചതാ. ഒന്നുകൂടി കേട്ടോളൂ. ഈ വിഷയത്തിൽ മഹലിലെ എല്ലാ വീടുകളും റബീഉൽ അവ്വൽ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും മൗലീദ് പാരായണം അന്നദാനം നടക്കണം. കഴിയില്ലെങ്കിൽ വീട്ടുകാർ മാത്രമായെങ്കിലും മൗലീദ് പാരായണം നടത്തണം. പരിസരത്ത് മൗദൂദികളോ മുജാഹിദുകളോ ഇല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ ആ പരിപാടിക്ക് ഉപയോഗിക്കേണ്ടതില്ല. പരിസരത്ത് മൗദൂദികളോ പരിസരത്ത് മൗദൂദികളോ മുജാഹിദുകളോ ഇല്ലെങ്കിൽ അവിടെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കേണ്ടതില്ല. ഇങ്ങനൊരു ആരാധന ഇസ്ലാമിലുണ്ടോ? അവിടെ ലൗഡ് സ്പീക്കർ വേണ്ടല്ലോ. ആ മുജാഹിദുകൾ ഉണ്ടെങ്കിലോ ഉറക്കെ ഒച്ചട്ട് ചെല്ലണം. ഞങ്ങളൊക്കെ പെരന്റെ അവിടെ ബല ജാഥ വരുമ്പോ കാണാൻ ഒരു പ്രത്യേക ശബ്ദമൊക്കെ, തോറ്റിട്ടില്ല അതെന്താ പന്തളിഞ്ഞ് വരിക. ഇങ്ങനെ കണ്ടുവരുന്ന ഒരു ആരാധന ഇസ്ലാമിൽ എത്ര അതബോട് ചെയ്യേണ്ട കാര്യങ്ങളെ ഇബാദത്ത് എന്ന് പറഞ്ഞ ഇഖ്ലാസ്, തഖ്വ, ഇതൊരു മുദ്രാവാക്യാണല്ലോ. എന്താ മുദ്രാവാക്യം? തോറ്റിട്ടില്ല, ഞങ്ങളെ തോൽപ്പിക്കാനാവുകയുമില്ല. ആരെങ്കിലും തോൽപ്പിക്കാൻ നിങ്ങൾ തോൽക്കണ്ട. അതൊക്കെ പരലോകത്താ. ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഇപ്പൊ നമ്മുടെ തലീകെട്ടും നമ്മുടെ കോലും വേഷമൊക്കെ കണ്ടാൽ പാവങ്ങൾ ചിലപ്പോൾ ചതിയിൽ കുടുങ്ങിയെന്ന് വരാം. പക്ഷേ ബിദ്അത്താണ് എന്ന് നിങ്ങൾ തുറന്നെഴുതിയ ഈ ഒരു വിഷയം വീണ്ടും നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ആലോചിക്കണേ എന്നാ പറയാനുള്ളത്. പിന്നെ ചില തെളിവുകളൊക്കെ പറയാറുണ്ട്. ഒരു തെളിവ് കാര്യമായിട്ട് അബൂ ലഹബ തങ്ങൾ തരക്കടില്ല.
ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ച തങ്ങളാരെന്നറിയോ? നബിദിനാഘോഷത്തിന്, നബിയുടെ ജന്മദിനത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ട്. അബ്ദുള്ളയുടെ പിതാവ് ആമിന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അബൂലഹബിനെ അറിയിച്ചു. സുവൈബത്തുല്ലാ സ്വലമി എന്ന അടിമയെ മോചിപ്പിച്ചുകൊണ്ട് തത്സമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഇതിന് തുടക്കം കുറിച്ചു. ആര്? അബൂലഹബേ. തരക്കടില്ല നേതാവ്, കൊണ്ടുപോയിക്കോളി. ആ നേതാവ് പോയിക്കോളി. എന്നിട്ട് അവിടുത്തെ നരകത്തേക്ക് ജ്യൂസ് കുടിച്ചാൻ വേണ്ടിയിട്ട് ഈ പണിയൊക്കെ എടുത്തിട്ട് നബിദിനത്തെ ഇത് ചെറിയ പെരുന്നാളിനേക്കാൾ വലുത്, ലൈലത്തുൽ ഖദറിനേക്കാൾ വലുത്, നരകത്ത് പോയി ജ്യൂസ് കുടിക്കാൻ. നിങ്ങൾ ഇവിടെ കിട്ടൂലേ കുടിച്ചോളി വെള്ളം കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇരുന്ന് കുടിക്കാനായി നരകത്ത് പോയി കൊടുക്കുന്ന കാട്ടിക്കും നമുക്കൊക്കെ നല്ലത്. അബൂലഹബാണ് ഇസ്ലാമിലെ തെളിവ്. വേറെ ആരും കിട്ടിയില്ലെങ്കിൽ അബൂബക്കർ പറഞ്ഞു. അത് അവിടെ വാട്സപ്പിൽ ഇങ്ങനെ കാണാം. അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞു, ഉസ്മാൻ അവർ ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഇവിടെ പറയുന്നത് അബൂബക്കർ പറഞ്ഞു ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിൽ. ഹസൻ ബസരി പറഞ്ഞു, ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, കർഹി പറഞ്ഞു, ആന പറഞ്ഞു, ചേന പറഞ്ഞു. ഇവിടെ പറയും സനദ് ഇപ്പൊ ചോദിക്കോളിങ്ങൾ ഒരുക്കി വെച്ചോളി. ഞങ്ങളുടെ ചോദ്യത്തിൽ വരാൻ പോണ്ട്. എന്താണ് അബൂബക്കർ പറഞ്ഞിട്ട്? ഹസൻ ബസരി പറഞ്ഞുണ്ടല്ലോ ഉഹുദ് മലയോളം ഉണ്ടെങ്കിൽ സ്വർണം കൊടുക്കുമായിരുന്നു. എല്ലാ പള്ളികളിലും ബോർഡ് എഴുതി വെക്കുക, പാവപ്പെട്ട മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിയാക്കന്മാര്. അത് നിങ്ങൾ തെളിവ് കൊണ്ടുവരും. ദീനിന്റെ വിഷയമാണ്. അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കാതെ സ്വർഗത്തിലേക്കുള്ള മാർഗമാ അതിൽ ഞങ്ങൾ താടി വെച്ചത്. അതാണ് ഞങ്ങൾ നെരിയാണിക്ക് മുകളിൽ തുണിയെടുക്കുന്നത്. ഇത് വടിക്കാണ്ടതൊക്കെ വളർത്തിക്കൂടെ? ഇസ്ലാം പഠിപ്പിച്ചതാണത്. അത് സുന്നത്തിന്റെ ഭാഗമാണ്. എന്നെ ആര് പിൻപറ്റുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനാ. ഇബ്രാഹിം നബി പറഞ്ഞതാ. ഇത്തിബാ ആണ് സുന്നത്തിന്റെ അടിസ്ഥാനം, സ്നേഹത്തിന്റെ മാനദണ്ഡം. പിന്നെ നിങ്ങൾ ചൊല്ലുന്ന കാര്യങ്ങളോ അതിൽ ബിദ്അ ചിർക്കുകളുണ്ട്, ഉറപ്പാ. ഒരുപാട് ശിർക്കിന്റെ വരികൾ ചൊല്ലുന്നുണ്ട്. ഫജുദിയാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർബലു. പാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഈ അടിമയായ എനിക്ക് അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ കാരുണ്യം ചൊരിഞ്ഞു തരയണമേ. ഒരു ഹദീസ് നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യமான വിഷയത്തിൽ റസൂലിനോട് പ്രാർത്ഥിക്കുക. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രി വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇങ്ങനെ എത്ര ശിർക്കിന്റെ വരികളാ. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫിക ഖദ് അഹസൻതു വന്നി യാ ബശീറു യാ നദീറു. പിന്നെ പറഞ്ഞെന്തോ ഫഅ്തിനി വഅജ്ർനി യാ മുജീറ മിനസ്സഈലി. അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിന്റെ തികച്ചും എതിരായ ആശയങ്ങൾ, ശിർക്കിന്റെ വരികൾ ഉൾക്കൊള്ളുന്ന അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ചൊല്ലുന്നുണ്ട്. പണ്ട് ഒരു ദിവസത്തിൽ ഒതുങ്ങിയിരുന്നു. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയുണ്ട്. മാത്രമല്ല പാതിരാ സമയത്തും ഉണ്ട്. കാരണം ആ സമയത്ത് മൗലൂദ് ഓതൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. അത് നിങ്ങൾ എഴുതി വെച്ചു. അതിനെന്താ തെളിവ്? തൊള്ളേ തോന്നിയൊക്കെ പറയാം. പുണ്യം പുണ്യം എന്ന് പറഞ്ഞാൽ ആരിൽ പെരണ്ടാക്കി തരാൻ അതിന്റെ അർത്ഥം സ്വർഗം തരാന്നല്ലേ? ഒരു സംഗതി ചെയ്തിട്ട് സ്വർഗം കിട്ടണമെങ്കിൽ ആര് പറയണം? ആ സ്വർഗത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ് പറയണം, അല്ലേ? അത് മനസ്സിലാക്കി കൂട്ടരെ. പുണ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ശമ്പളം തരാന്നല്ല, ഇവിടെ പെരണ്ടാക്കി തരാന്നല്ല, നിങ്ങളെ പെരക്ക് പെയിന്റ് അടിച്ചു തരാന്നല്ല. പുണ്യം എന്ന് പറഞ്ഞാൽ സ്വർഗം തരാന്നാണ്. ആ സ്വർഗം കിട്ടണമെന്ന് നമ്മൾ പറയണമെങ്കിൽ, കിട്ടുമെന്ന് പറയണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിന്റെ റസൂൽ പറയണം ഇന്ന പണി ചെയ്താൽ സ്വർഗം കിട്ടും. അപ്പൊ അതുകൊണ്ട് സത്യത്തിലേക്ക് വരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഇരു വിഭാഗത്തിന്റെയും വിഷയാവതരണം വളരെ ഭംഗിയായി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചോദ്യോത്തരങ്ങളാണ് ബാക്കിയുള്ളത്. ഒന്നാമതായി വിഷയം അവതരിപ്പിച്ച സുന്നി വിഭാഗത്തിനോട് മുജാഹിദ് വിഭാഗമാണ് ചോദ്യം ചോദിക്കുന്നത്. ചോദ്യത്തിന് 4 മിനിറ്റും ഉത്തരത്തിന് 6 മിനിറ്റുമാണ് നമ്മുടെ വ്യവസ്ഥയിൽ നാം തീരുമാനമാക്കിയിട്ടുള്ളത്. ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി മുജാഹിദ് വിഭാഗത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, ഇത്ര പെട്ടെന്ന് തീരുമാനമാകും നമ്മളും വിചാരിച്ചിട്ടില്ല. വെറുതെ അല്ല ഒരു കൊല്ലം നീട്ടിക്കൊണ്ടായത്. കഴിഞ്ഞ റബീഉൽ അവ്വൽ നമ്മൾ വ്യവസ്ഥ ചെയ്തത്, എന്നിട്ട് നീട്ടിക്കൊണ്ട് അവസാനം പിടിച്ച് വലിച്ച് ഇടങ്ങാറാക്കിയിട്ടാണ് ഈ അവസ്ഥയ്ക്ക് മുസ്ലിയാക്കന്മാരെ കൊണ്ടെത്തിച്ചത്. അത് വെറുതെ ആയിരുന്നില്ല. ഇപ്പൊ വിഷയാവതരണം കൊണ്ട് തന്നെ
അവതരണത്തിൽ തന്നെ എന്താ മുസ്ലിം സമ്മതിച്ചത്? ഒന്ന് ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്താണ്. പക്ഷെ നല്ല ബിദ്അത്തൊക്കെ സുന്നത്താണ്. നമ്മൾ സുന്നത്ത് പറഞ്ഞാൽ പോരെ, നല്ല ബിദ്അത്ത് തരണോ? എന്താ ബിദ്അത്താണ്, നല്ല ബിദ്അത്താണ്, നല്ല ബിദ്അത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം മുസ്ലിമുള്ളത്? ഈ കോലത്തിലാ കൊണ്ടുപോയത്. പിന്നെ സ്വഹാബികൾ ചെയ്തോ, താബിഈങ്ങൾ ചെയ്തോ, താബികൾ ചെയ്തോ, ആ ചോദ്യം പ്രസക്തല്ലാണ്. KP മുഹമ്മദിന്റെ ബുക്കിലുണ്ട്, നിങ്ങൾക്ക് മലയാളം പോലും വായിക്കാറില്ല എന്ന് മനസ്സിലായി. അറബി എഴുതാനും പറ്റൂല പോട്ടെ, പക്ഷെ മലയാള ബുക്ക് പോലും വായിച്ച് മനസ്സിലാക്കാതെയാണോ ഇവിടെ ഉദ്ധരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി 2 വിഷയാവതരണം കേട്ട ആളുകൾക്ക് തന്നെയും കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്താ വസ്തുത? ഇനിയിപ്പോ നല്ല വിധേയത്താണോ അതല്ല ചീത്ത വിധേയത്താണോ എന്നല്ലേ ഇപ്പൊ ബാക്കിയുള്ളൂ. നല്ലതായാലും വേണ്ട ചീത്തായാലും വേണ്ട വിധേയത്ത് നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് സുന്നത്തിലേക്ക് മടങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല ബിദ്അഇയാണ് എന്നും സമ്മതിച്ച് അതുമായി നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. ഏതായാലും ബിദ്അഇ എന്ന വാക്ക് ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് ഫിറ്റ് ആവുക എന്ന് MTയുടെ വാക്കിൽ നിന്ന് തന്നെ ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ഓർക്ക് വേണം എന്ത് പറയാ, ഞങ്ങൾ നല്ല ബിദ്അഇയാണ്, നിങ്ങൾ ബിദ്അഇ എന്ന് പറയാൻ പറ്റൂല എന്ന് വേണമെങ്കിൽ വേർതിരിക്കാം എന്നല്ലേ മനസ്സിലായത്? ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഒരു 30 മിനിറ്റ് MTയുടെ അവതരണം കൊണ്ട് തന്നെ സംഗതിയെല്ലാം MT ആയി മാറി. ഇനി ബാക്കി ആവശ്യമില്ല.